അപ്പോൾ സാറ് എടുത്ത വായിൽ എന്നോട് പറഞ്ഞത് സൂക്കേട് തീർന്നോ. അതായത് കൈരളി ചാനലിൽ ഞാനൊരു ന്യൂസ് കൊടുത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിലുള്ള ഒരു ആരോപണം. വേറെ എൻ്റെ ഭാഗത്ത് തെറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വാർത്ത കൊടുത്തതല്ലേ, ന്യൂസ് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ന്യൂസ് കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? അത് സാർ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. അങ്ങനെയാണല്ലോ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. വലിയ സൂക്കേടങ്ങ് തീരട്ടെന്ന് പറഞ്ഞു. വി.ഡി. സതീശൻ എം.എൽ.എ. ആയിരിക്കുന്ന സമയത്താണ് പുനർജനി പദ്ധതി ആവിഷ്കരിക്കുന്നത്. അക്കാലത്ത് പ്രളയത്തിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാം എന്നായിരുന്നു വി.ഡി. സതീശൻ്റെ വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ട കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വീട് നൽകാമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട ഒരു വീട്ടമ്മയുണ്ട് പറവൂരിൽ, ഉഷ ബേബി. അവർക്ക് ഇത്രയും വർഷമായിട്ടും വാഗ്ദാനം ചെയ്ത വീട് ലഭ്യമായില്ല. ഇക്കാര്യം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2 ആഴ്ച മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനായി ഉഷ ബേബി ചെല്ലുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ മോശം ഭാഷയിൽ മുഖ്യമന്ത്രി അവരെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന ഗൗരവതരമായ ആരോപണം. എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച വീട്ടമ്മയായ ഉഷ ബേബി തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ചേച്ചിക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ വാഗ്ദാനം ചെയ്തത്, അദ്ദേഹം എം.എൽ.എ. ആയിരുന്ന സമയത്ത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി, ഇപ്പോഴും വീട് ലഭ്യമായിട്ടില്ല. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നത്. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ? അപ്പോൾ ഞാനിവിടെ രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് ചെന്നത് കഴിഞ്ഞ് 3:30 അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ സാറ് ക്യൂ അല്ലേ, ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ആദ്യം കണ്ടു. കൊച്ചിനെ കണ്ടുകൊണ്ട് പരിചയമുള്ളതുകൊണ്ട് കൊച്ചിനെ ആന്ന് വെച്ചു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് വീടുണ്ടോ? യെസ് ഓർ അത് മാത്രം അറിയാനാണ് വന്നത്. അപ്പോൾ സാറ് എടുത്ത വായിൽ എന്നോട് പറഞ്ഞത് സൂക്കേട് തീർന്നോ. അതായത് കൈരളി ചാനലിൽ ഞാനൊരു ന്യൂസ് കൊടുത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിലുള്ള ഒരു ആരോപണം. വേറെ എൻ്റെ ഭാഗത്ത് തെറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വാർത്ത കൊടുത്തതല്ലേ, ന്യൂസ് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ന്യൂസ് കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? അത് സാർ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. അങ്ങനെയാണല്ലോ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. വലിയ സൂക്കേടങ്ങ് തീരട്ടെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ബുദ്ധി. എൻ്റെ കുഞ്ഞത് കേട്ടോണ്ടായി നിൽക്കുന്നത്, മനസ്സിലായോ? ആ കൊച്ചിനത് ശരിക്കും മനസ്സിലായ. ആ വാക്കുകൾ എന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല, എന്താർത്ഥത്തിലാണെന്നുള്ളത്. പക്ഷെ അതെന്നോട് സാറത് പറയാൻ കൊള്ളും. ഞാനെന്നാൽ ആ കൊച്ചിനെ കൊണ്ട് സാറിനെ കാലത്തൊട്ട് തൊഴിപ്പിക്കുകയും സാറിന് ഒരു ക്ഷയിക്കാൻ, അങ്ങനെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ആ കൊച്ചിനെ കൊണ്ട്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പം എൻ്റെ അടുത്ത് ആ രീതി സാറ് പറയരുതായിരുന്നു. എന്താ പറയുക, ഞാനൊരു കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളുമാണ്. ഞാൻ ഈ സ്ഥലത്തിന് കിടന്നുകൊണ്ട് ഓടി നടന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരാൾ ആ സ്ഥലം തരികയും ചെയ്തു. ആ സ്ഥലം ഞാനിത് കോൺഗ്രസിൻ്റെ ഓഫീസിൽ ജോസഫ് എന്ന് പറഞ്ഞ ആളിൻ്റെ അവരെ ഈ സ്ഥലം വന്ന് കാണാൻ വരികയും ചെയ്തു. ആദ്യം ഞാൻ ജോസഫും അൻസാറെന്നും പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്നാണ് ഈ സ്ഥലം ആദ്യം കാണിച്ചത്. അപ്പോൾ വഴിയുടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീൽ ചെയ്തു. ഞാനാണ് അതെല്ലാം ഡീൽ ചെയ്തത് തന്നെ. ഈ സ്ഥലം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ വത്സരകുമാർ സാർ, ഞാൻ അന്ന് ഇത് ചാനലിൽ പറഞ്ഞാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എൻ്റെ കയ്യിൽ തന്നതുമാണ്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എൻ്റെ തന്നു കഴിഞ്ഞിട്ട് ഇത് ഞാൻ എം.എൽ.എ. ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പ്ലാൻ മാറിയത്. ഇവർ ഈ 2023 ഇതിവർ പുനർജനിയിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നോടൊരു വാക്ക് പറയാം, പുനർജനിയിൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എനിക്കത് തരാം. ഉഷയ്ക്കുണ്ട്, വീടുണ്ട് എന്നൊറ്റ വാക്ക്, യെസ് ഓർ നോ, അത് മാത്രം. ഞാനിത് ന്യൂസ് കൊടുത്തെന്നും പറഞ്ഞു എൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതായത് പറയകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു 5 സെന്റ് ഭൂമി കിട്ടിയത്. ഭൂമി കണ്ടെത്തിയാൽ തന്നത് ഈ പറയാട് പാലത്തിൻ്റെ ഇവിടെയാണ്. അത് കഴിഞ്ഞ് അവിടെ സ്ഥലം മുറിഞ്ഞു പോകുന്നു പറഞ്ഞു. അതിന് ഞങ്ങൾ നല്ലപോലെ കാശ് ഇറക്കി JCB കിറ്റാച്ചും വെച്ച് ഞങ്ങൾ 4 പെണ്ണുങ്ങളും ഒരുപോലെ കഷ്ടപ്പെട്ടവരാണ്. എല്ലാവരും കട്ടയ്ക്ക് നിന്നവരാണ്. ലാസ്റ്റ് എന്നോടൊപ്പം ഞാൻ ചേർത്ത് നിർത്തുന്നത്. പക്ഷേ ഇവർക്ക് വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരു വാക്ക് പറയാനായിട്ട് നിന്നില്ല. അതായത് ആദ്യം 4 പേർക്ക് വീടെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അതെ, അവരെ കണ്ടെത്തിയത് ഞാനാണ്. ഇത് കണ്ടെത്തി ഞാൻ എം.എൽ.എ. ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്ത്. ഞാൻ 5-6 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ നീതികേട് മാധ്യമത്തോട് പറഞ്ഞതാണ് പ്രശ്നം. അതെ, നീതികേട് എന്നോട് കാണിച്ചതിൻ്റെ പേര് ഞാൻ പലപ്പോഴും എം.എൽ.എ. ഓഫീസിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. എം.എൽ.എ. ഓഫീസിൽ ഇഷ്ടം പോലെ പ്രാവശ്യം പോയി. ആദ്യമൊക്കെ ഫണ്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഫണ്ടില്ലെങ്കിൽ ഫണ്ട് ഉച്ചേച്ചും കൂടെ കണ്ടെത്തെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഓരോരുത്തരെയും ഇതിനകത്തുനിന്ന് കോൺഗ്രസിൻ്റെ ഒരാൾ എനിക്ക് വണ്ടിക്കൂലി തന്നിട്ടുണ്ട്. എനിക്ക് ബസ് ഫെയർ ഇല്ല, എന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ ഒരാൾ എനിക്ക് ഉച്ചേച്ച് പോയി കാര്യം സാധിക്കും എന്നോട് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. അത്ര ഒരു നല്ല മനുഷ്യനുണ്ട് ഈ കോൺഗ്രസിനകത്തുണ്ട്, ഞങ്ങളുടെ ഈ പല്ലന്തുരത്തിലുണ്ട്.
അപ്പം ഞാനൊരു കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ടാണല്ലോ ഞാനിത് MLA ഓഫീസിൽ കൊണ്ട് കൊടുത്തത്. ഞാനൊരു CPM അനുഭാവി ആയിരുന്നെങ്കിൽ ഞാൻ ഇവരുടെ കയ്യിലല്ലേ കൊണ്ട് കൊടുക്കും. അന്ന് ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കിട്ടിയത് അത് ലൈഫ് പദ്ധതി ഞാൻ കൊടുത്തില്ല. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തു? അപ്പം നമുക്ക് ഇതിനകത്ത് വിശ്വാസം ഉള്ളതുകൊണ്ട് ഇല്ലേ. എന്നിട്ട് ഇവർ എൻ്റെ പേര് ഇപ്പം എനിക്ക് വരുന്ന കമൻറ്റുകൾ കേട്ടാലുണ്ടല്ലോ എനിക്ക് അതുപോലെ മാനസിക വിഷമമുണ്ട്. ഇത് സത്യാവസ്ഥ അറിയാവുന്നവരാരെങ്കിലും ഈ പല്ലന്തുരുത്തി വന്ന് അന്വേഷിക്കട്ടെ. അതായത് ചാനലിനോട് സംസാരിച്ചുള്ള ഒറ്റ വൈരാഗ്യം കൊണ്ട് ഇനി തരില്ല എന്ന് പറഞ്ഞു. തരില്ല. ചാനലിൽ സംസാരിച്ചു. ചാനലിൽ സതീഷ് സാറിനെതിരായിട്ട് ഞാൻ സംസാരിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് എൻ്റെ പേരിലുള്ള കുറ്റം. അതുകൊണ്ട് ഇനി വീട് തരില്ലാന്ന് തീർത്തു പറഞ്ഞു. അയാൾ പിന്നെ എൻ്റെ വലിയ സൂക്കേടങ്ങ് തീരട്ടെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ഈ കൂടെ ഉണ്ടായിരുന്ന പേരക്കുട്ടിയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ മോശം. അപ്പം ഞാൻ അവിടെ വെച്ച് കരഞ്ഞു. അപ്പം അവൾക്കത് ഫീൽ ചെയ്തു, മോക്കത് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് അവൾക്കതൊരു മാനസിക വിഷമം ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത് സാരമില്ല, സാർ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോഴും ചേച്ചി വാടക വീട്ടിലാണോ താമസം? ഞാനിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? ഇനിയിപ്പോൾ ലൈഫ് പദ്ധതിയിലും ഇല്ല, ഇതിലും ഇല്ല. എന്നിരുമില്ല, വേറെ വഴി ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതെനിക്ക് നമുക്ക് എന്താ പറയുക, പുള്ളിയുടെ പേര് നമ്മളൊരു ആരോപണം ഉന്നയിച്ചു. പുള്ളിയുടെ പേരിലൊരു ആരോപണം ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ വിഷമം പറഞ്ഞാണ്. ഞാൻ എൻ്റെ വിഷമം പറഞ്ഞാണ്. എന്നിട്ട് എനിക്ക് വീട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വക്കീൽ വന്ന് കോടതിയിൽ നിന്ന് ആമീൻ വന്ന് എന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ അവിടെ പോയി ഷെഡ് വെച്ചതാണ്. ആ ഷെഡ് വെച്ചിട്ട് ആ ഷെഡ് പോലും പൊളിക്കാനായിട്ട് ഇവർ MLA ഓഫീസിൽ നിന്ന് ആൾ വന്നു. പക്ഷെ ഷെഡ് പൊളിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അത് ഞാൻ അങ്ങനെ ബലമായിട്ടൊരു ഷെഡ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലം കണ്ടെത്തിയിട്ടല്ലേ ഞാൻ ആ സ്ഥലത്ത് പോയി ഷെഡ് വെക്കും. അല്ലെ വേറൊരാൾ കണ്ടെത്തിയ സ്ഥലത്താണ് ഞാൻ പോയി ഷെഡ് വെക്കുമോ? ഇല്ലല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തെ പോയി കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവായപ്പോഴത്തേനും ഞാൻ പോയില്ല. ഞാൻ പോയി. അതായത് ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നവയുഗയാത്ര. അപ്പോൾ അതിനകത്ത് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ഞാൻ ഇടുക്കി വെച്ചാണ് കണ്ടത്. പുള്ളിയെ ഇടുക്കി വെച്ച് കണ്ട്. അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ പുള്ളിയെ കണ്ടത്. പുള്ളിയെ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴും സാറിനോട് ചോദിച്ചു, സാറേ എനിക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇതേ ഡയലോഗ്, അവിടെ വീട് പണി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സാറേ എനിക്ക് വീടുണ്ടോ ഇല്ലയോ? സാർ എൻ്റെ നേരെ അപ്പോഴും പറഞ്ഞു എന്നാണെന്നറിയാമോ, ഞാൻ വാർത്തയ്ക്കകത്ത് കൊടുത്തു. ഈ കൈരളി ചാനൽ കൊടുത്തെന്നുള്ള ഒറ്റ ആക്ഷേപമാണ് എൻ്റെ പേരിലുള്ള ആരോപണം. എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്ക് ഒരാൾ ദാനം തന്ന ഭൂമി, അത് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരാളിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ആ പാർട്ടി നിന്നുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൊണ്ട് കൊടുത്തതാണ് എൻ്റെ വന്ന തെറ്റ്. മറ്റ് പാർട്ടി പ്രവർത്തകരൊന്നും സഹായിച്ചില്ലേ? കോൺഗ്രസ് അനുഭാവിയാന്ന് പറഞ്ഞു. വേറെ പ്രവർത്തകരാരും സഹായിച്ചില്ലേ? വേറെ പ്രവർത്തകരൊന്നും സഹായിച്ചില്ല. ഞാൻ എന്നിട്ട് ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ ആലപ്പുഴ KC വേണുഗോപാൽ സാറിൻ്റെ അടുത്ത് പോയി, ഞാൻ പാലക്കാട്, അവിടെ എല്ലാം ഞാൻ പോയി. അവരൊക്കെ എന്താ പറയുക കൈമലർത്തി. നമ്മൾ പിന്നെ ലാസ്റ്റാണ് ഞാൻ ഈ കൈരളി ചാനലിലേക്ക് ഞാൻ വന്നത്. അതാണ് വസ്തുത. അതായത് എല്ലാ വഴികളും അടഞ്ഞു. ഈ തുടർച്ചയായി നീതികേട് അനുഭവിക്കുന്നത് അക്കാര്യം മാധ്യമത്തോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ പറവൂരിലെ ഈ വീട്ടമ്മയ്ക്ക് ഇപ്പോഴും വീട് നിഷേധിക്കപ്പെടാൻ കാരണം. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റ ശേഷവും അദ്ദേഹത്തെ പോയി കണ്ടെങ്കിലും തികഞ്ഞ അവഗണന എന്ന് മാത്രമല്ല അധിക്ഷേപിച്ചു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഈ പറവൂർ സ്വദേശിനിയായ വീട്ടമ്മ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. പറവൂരിൽ നിന്നും ക്യാമറാമാൻ അഖിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.